നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. പോലീസിന്റെ സേവനം ലഭിച്ചില്ല, മോഷണം പോയ കാർ സ്വയം വീണ്ടെടുത്ത ദമ്പതികൾ. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവത്തിനാണ് ടൊറന്റോ സാക്ഷ്യം വഹിച്ചത്. മണിക്കൂറുകളോളം പോലീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ശേഷം ടൊറന്റോ ദമ്പതികൾ മോഷ്ടിച്ച തങ്ങളുടെ വാഹനം സ്വന്തമായി വീണ്ടെടുത്തു. മോഷണം നടന്ന ഉടനെ പോലീസിന് വിവരം അറിയിച്ചെങ്കിലും ട്രാക്ക് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോലീസിന് കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതും പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യനിർവഹണത്തിലെ അശ്രദ്ധയുമാണ് ദമ്പതികൾ ഇങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്നത്. ഈസ്റ്റ് യോർക്കിലെ ദമ്പതികളുടെ മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. മോഷ്ടിക്കപ്പെട്ട വാഹനം എറ്റോബിക്കോക്കിലെ ഒരു പാർക്കിംഗ് സ്ഥലത്താണെന്ന് കാണിക്കുന്നതെന്ന് അക്യൂറ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ദമ്പതികൾ മനസ്സിലാക്കുകയും പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവിടെ നിന്നും കാർ വീണ്ടെടുക്കുകയുമായിരുന്നു. കാർ തിരികെ വീണ്ടെടുത്തിട്ടും പോലീസിൽ നിന്നും കാര്യമായ സേവനമൊന്നും ലഭ്യമായില്ലെന്ന് ദമ്പതികൾ പരാതിപ്പെട്ടു. ഓന്റാരിയോയിലുടനീളം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്ന 64 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ പ്രൊവിൻസിൽ വ്യാപകമായി ഓൺലൈനിലൂടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന 60-ലധികം പേരെയാണ് ഓന്റാരിയോ പോലീസ് 300-ലധികം കുറ്റങ്ങൾ ചുമത്തി ബുധനാഴ്ച അറസ്റ്റ് ചെയ്തതായി പ്രഖ്യാപിച്ചത്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വസ്തുക്കൾ നിർമ്മിക്കുകയും കൈവശം വയ്ക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതിന് കുറ്റാരോപിതരായവരെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് OPP ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ പ്രൊജക്ടിന് അക്വാട്ടിക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കാനഡയിലെ പാൽ വില വർധന. മെയ് 1 മുതലാണ് കനേഡിയൻസ് പാലിന് കൂടുതൽ പണം നൽകാൻ തുടങ്ങിയത്. ഏവിയൻ ഫ്ലൂ മൂലമാണ് പാലിന് വില കൂട്ടാൻ കാരണമെന്നാണ് ഫെഡറൽ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. പാൽ, ക്രീം, തൈര്, ചീസ്, വെണ്ണ തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാലിന്റെ വില റീറ്റെയിൽ റെസ്റ്റോറന്റ് മേഖലകളിൽ ശരാശരി 1.77% വർദ്ധിച്ചു. കനേഡിയൻ ഡയറി കമ്മീഷൻ നടത്തുന്ന കനേഡിയൻ ഫാമിലെ പാൽ വിലയെക്കുറിച്ചുള്ള വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ് വില വർധനവുണ്ടാകാൻ കാരണമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുപ്രവർത്തകർക്കുള്ള 3 ദിവസത്തെ ഇൻ-ഓഫീസ് ഉത്തരവിനെതിരെ ഫെഡറൽ യൂണിയനുകൾ പോരാടുന്നു. ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്നും ഈ പ്രവൃത്തിയിൽ അസന്ദിഗ്ധമായി മാപ്പ് പറയണമെന്നുമാണ് 15-ലധികം വരുന്ന യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഫെഡറൽ പൊതുസേവകരെ പ്രതിനിധീകരിക്കുന്ന നിരവധി യൂണിയനുകൾ തങ്ങളുടെ ജീവനക്കാരെ ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ ജോലി ചെയ്യണമെന്ന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ തങ്ങളുടെ തീവ്രമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് കത്തുകൾ അയക്കുകയും ദുർനടപടിക്കെതിരെ യൂണിയൻ സംയുക്ത പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോൺ സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.